കൊച്ചിയിലെത്തിയിട്ട് വെറൈറ്റി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് തപ്പി നടക്കുമ്പോഴാണ് ബോച്ചയുടെ കള്ള് ഷാപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ബോച്ചയുടെ ഷാപ്പും തപ്പി ഇറങ്ങി. അവസാനം അവിടെ എത്തി. പാർക്കിംഗ് ഏരിയയൊക്കെ അതിവിശാലമായ പാർക്കിംഗ് സ്പേസാണ്. നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അവിടെ വണ്ടി കൊണ്ടിട്ടപ്പോൾ തന്നെ തോന്നിയത്. പിന്നെ നല്ലൊരു കായലിൻ്റെ ഒരു സൈഡ് ഏരിയ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ബോച്ചയുടെ ഷാപ്പ് എവിടെയെന്ന് അറിയത്തില്ല, നമ്മൾ തപ്പി നടക്കുകയാണ്. അപ്പോൾ ബോച്ചയുടെ ഷാപ്പ് ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ളിലേക്ക് കയറി അവിടെ എഴുതിയിട്ടുണ്ട് ബോച്ചയുടെ ഷാപ്പ്, കള്ള് ഷാപ്പ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഡിസൈനായിട്ട് കവാടങ്ങളും, അപ്പോൾ ബോച്ച ഇങ്ങനെ ഓടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതും ഒരു സ്റ്റാച്യുവും അതൊക്കെ എല്ലാം നല്ല രസമാണ് കാണാൻ. അപ്പോൾ അടുത്ത സൈഡിലായിട്ട് നമുക്ക് കാണാം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ വേറൊരു ബോച്ച ഇവിടെ തെങ്ങ് പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല അടിപൊളി വൈബാണ്, നല്ല ആംബിയൻസാണ് കള്ള് ഷാപ്പിൻ്റെ അകം കാണാൻ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഒരു കുടം അന്തിക്കള്ളി ഞാൻ മേടിച്ചു. അന്തിക്കള്ള് മേടിച്ച് ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ മനസ്സിലായി നല്ല ഒരു മായവും ചേർക്കാത്ത നല്ല അടിപൊളി കള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ മേടിച്ചത് കണ്ട് ഭാര്യയ്ക്കും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുടം മധുരക്കള്ളും മേടിച്ചു. അത് കുടിച്ചിട്ട് ഇനി എന്താവുമോ എന്തോ. അപ്പോൾ നമ്മൾ കള്ള് കുടിക്കുകയും നമ്മുടെ നാടൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. അതിനുശേഷം പിള്ളേർ നമ്മുടെ ഫുഡൊന്നും അവർ കഴിക്കില്ല, അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പൊളി ആംബിയൻസാണ്. ഫാമിലിയായിട്ട് വന്ന് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടാണ്. അപ്പോൾ പിള്ളേർക്ക് എന്ത് കഴിക്കണം, പിള്ളേർക്ക് എന്ത് കിട്ടും ഫുഡ് എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ പിള്ളേർക്ക് കഴിക്കാനുള്ള പിസയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിള്ളേർക്ക് പിന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്കത് മതി, അവർക്ക് ചോറൊന്നും വേണ്ട. അങ്ങനെ പിള്ളേർക്ക് ഫ്രഞ്ച് ഫ്രൈസും പിസയും ഐസ്ക്രീമും അവരുടേതായിട്ടുള്ള ലോകം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകം. നല്ല ചോറും മീൻകറിയും നല്ല കരിമീനും ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അപ്പം കക്കയിറച്ചിയും എല്ലാം നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിലാണ് എല്ലാ ഫുഡും. വലിയ ന്യായമായിട്ടുള്ള ഒരു വിലയേ ഉള്ളൂ. അത്ര ആംബിയൻസ് സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ഒരുപാട് പോർഷായിട്ട് ഉള്ള സെറ്റപ്പാണ്. പക്ഷേ നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് എല്ലാത്തിനും. അതുകൊണ്ട് നമ്മൾ ചോറും മീൻകറിയും ഒരു കൂന്തലും ഒക്കെ കഴിച്ചു. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ ഫാമിലിയായിട്ട് നമുക്കൊന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പുറത്തിറങ്ങി ഫുഡ് കഴിഞ്ഞ് തിരക്കി എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയത്തില്ല ഇനി ഫിഷിങ്ങിനൊക്കെ എന്തെങ്കിലും പൈസ ഉണ്ടോയെന്നൊന്നും. അപ്പോൾ അവർ പറഞ്ഞ് തീർത്തും ഫ്രീ ആണ്. ഫിഷിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ തന്നെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിള്ളേരെയും കൊണ്ടുവരുമ്പോഴൊക്കെ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ മീൻ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മീൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കറി വെച്ച് തരും. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ബോട്ടിംഗ് ഉണ്ടോ, ബോട്ടിങ്ങും ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പെഡൽ ബോട്ട് കിട്ടി. പെഡൽ ബോട്ട് നമ്മൾ യൂസ് ചെയ്തു. പെഡൽ ബോട്ടും കാര്യങ്ങളും നല്ല ഒരു കായലിൻ്റെ നടുക്കൂടെ നമുക്കിങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. അവിടെ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് കാണാൻ തന്നെ അടിപൊളിയാണ്. ബോച്ച ടുഡി പബ്ബാണ്, വെറും കള്ള് ഷാപ്പൊന്നൊന്നുമല്ല എഴുതിയേക്കുന്നത്. ശരിക്കും ഒരു പബ്ബിൽ പോയൊരു ഫീലൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ അവിടെ എന്തൊക്കെയോ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ.
അപ്പം നമ്മളവിടുന്ന് ഫുഡും കഴിച്ചിറങ്ങി. ബോച്ചെ ദ കോൺക്വർ ദ വേൾഡ്. അങ്ങനെ ബോച്ചയുടെ നല്ല ഫുഡിന് താങ്ക്സ്. അങ്ങനെ ബോച്ചയുടെ ഫുഡും കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്.